സലീഫ് സാറിനെ നിറഞ്ഞ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യാണ് വേദിയിലോട്ട്. സ്വാഗതം ചെയ്യാം. ഹൈപ്പർ മാർക്കറ്റിന്റെ ഈ ഒരു ഇനോഗ്രേഷൻ വേദിയിൽ ടെലിവിഷൻ ചാനലിലൂടെ നമുക്കൊക്കെ പ്രിയങ്കരായ രണ്ട് താരങ്ങളാണ് നമ്മളോട് ഇന്ന് സംസാരിക്കാനും അവരുടെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാനുമായിട്ട് നമ്മുടെ കൂടെ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. സോ നല്ലൊരു കൈയോടുകൂടി തന്നെ, നല്ലൊരു പടക്കം പൊട്ടുന്ന കൈയോടുകൂടി തന്നെ നമുക്ക് നമ്മുടെ ഫേവറേറ്റ് ആയ ക്യൂട്ട് ആൻഡ് ഗോർജിയസ് ലക്ഷ്മി നക്ഷത്ര ജിഷൻ മോഹൻ എന്നിവരെ നിറഞ്ഞ സ്നേഹത്തോടുകൂടി വേദിയിലോട്ട് സ്വാഗതം ചെയ്യാം. നല്ലൊരു കൈയ്യടി തന്നെ ആവാം പ്ലീസ്. എല്ലാവരെയും ടോട്ടോ ഹൈപ്പർ മാർക്കറ്റിന്റെ ഈ ഒരു ഇനോഗ്രേഷൻ വേദിയിൽ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. കണ്ടാ ലക്ഷ്മി, നമ്മുടെ നാട്ടുകാരുടെ സന്തോഷം കണ്ട ഇങ്ങനെയാണ്. അപ്പം വളരെ സന്തോഷം. നാട്ടിൽ തന്നെ എന്റെ സുഹൃത്തുക്കൾ അനീസൊക്കെ എന്റെ കൂട്ടുകാരനാണ്, പണ്ട് മുതലേ ഉള്ള സുഹൃത്തുക്കളാണ്. അങ്ങനെ കുറെ സുഹൃത്തുക്കളുള്ള ഒരു നാടാണ് നമ്മുടെ ചങ്ക് നാടാണ് ഈ കാസർഗോഡ്. ഫാഷൻ കേരളത്തിലെ ഏറ്റവും ആദ്യം ഫാഷൻ വരുന്നത്, ഫാഷൻ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാസർഗോഡ് നിന്നാണ് തുടങ്ങുന്നത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഇവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. എല്ലാവരും നല്ല തുള്ളത്തികൾ നല്ല വെളുത്ത് പാറുന്ന നാട്ടുകാരാണ് ഇവിടെ ഉള്ളത്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ. കുറച്ച് വെളുത്ത് പാറാനുള്ള മരുന്നുകൾ എനിക്കും വേണം. നിങ്ങൾ എല്ലാവരും സഹായിക്കണം. മറ്റുള്ള എല്ലാവരും നിൽക്കുന്നുണ്ട്. വളരെ സന്തോഷം ഇവിടെ എത്തിയതിന്. ഇപ്പം നിങ്ങൾ സീരിയലൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മള് വില്ലൻ ക്യാരക്ടേഴ്സ് ആണ് ചെയ്യുന്നത്, നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നു. അതുപോലെ അല്ല കേട്ടോ, ജീവിതത്തിൽ നമ്മളൊക്കെ നല്ല ആൾക്കാരാണ്. ലക്ഷ്മി പറഞ്ഞു കൊടുക്കണേ. ഞങ്ങളല്ല, അവൾ ഓൾറെഡി നല്ല ആളാണല്ലോ. അതുകൊണ്ടാണ് പറയുന്നത്. നമ്മളെ പോലെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് സീരിയൽസിലൊക്കെ. ഭയങ്കര വില്ലൻ ക്യാരക്ടർ ചെയ്യും. അമ്മമാരൊക്കെ പറയും, ഇപ്പൊ ഈ അനീസിന്റെ ഉമ്മ തന്നെ പറയും, എന്ത് ദുഷ്ടത്തരാണ് നീ ഓളോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ. അപ്പം ഇതൊന്നും അല്ല, നമ്മൾ നേരത്തെ കാണുമ്പോൾ നമ്മൾക്ക് പാവങ്ങളാണ്. അപ്പം നമ്മളെ സ്നേഹിക്കുന്നുണ്ട് അറിഞ്ഞതിൽ വലിയ സന്തോഷം. ഇതേപോലെ തന്നെ സ്റ്റാർ മാജിക്കില് നമ്മൾ കുറേ വർഷങ്ങളായിട്ട് സ്റ്റാർ മാജിക്കിൽ ഒന്നിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനും ലക്ഷ്മിയും. അപ്പം ഇങ്ങനെ ഒരു അവസരം വന്നപ്പോൾ നമുക്ക് കുറച്ച് നാളായി നമ്മൾ തമ്മിൽ കണ്ടിട്ട് അങ്ങനെ ഒരു അവസരം വന്നപ്പോൾ പെട്ടെന്ന് ഒന്നിച്ച് നമുക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. അതൊരു വലിയൊരു സന്തോഷം. ഇന്ന് വേറെ സീരിയൽസ് ഒക്കെ, പുതിയ സീരിയൽസ് വരുന്നുണ്ട്, പുതിയ 1-2 സിനിമകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ വിശേഷങ്ങൾ ഞാൻ പിന്നെ പറയാം. അപ്പം ഭയങ്കര സന്തോഷം ടോട്ടോ ഹൈപ്പർ മാർക്കറ്റിൽ എത്തിക്കാം. വിളിച്ചതിൽ വളരെ സന്തോഷം. എന്താ പറയാ, ഇതിന്റെ ഓഫർ കണ്ടിട്ട് ഞാൻ ഇന്നത്തെ ഓഫർ ഇന്ന് എനിക്ക് കുറച്ച് സാധനം വാങ്ങാൻ കേട്ടോ. അപ്പൊ ഇന്നത്തെ ഓഫർ കണ്ടിട്ട് ഞാൻ തന്നെ ഞെട്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും ഇതൊരു വലിയൊരു സംരംഭമാക്കി മാറ്റുക. എന്റെ എല്ലാവിധ ആശംസകളും. ഓൾ ദ ബെസ്റ്റ്. അപ്പൊ എല്ലാവർക്കും നന്ദി. നല്ലൊരു കൈയ്യടി കൂടി. താങ്ക് യു. സമ്മാനിച്ച പ്രിയങ്കരനായ ലത്തീഫ്, ഇവിടെ സന്നിഹിതരായിട്ടുള്ള സഹോദരന്മാർ, ഏതാനും ദിവസങ്ങൾക്കകം റംസാൻ നമ്മുടെ പരിപാടിക്ക് എത്തി നിൽക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് നമ്മളെല്ലാവരും വ്രതമനുഷ്ഠിക്കാൻ പോകുന്നു. പിന്നെ പെരുന്നാളും വരികയാണ്. റംസാൻ സമ്മാനം എന്ന നിലയിൽ, പെരുന്നാൾ സമ്മാനം എന്ന നിലയിൽ നമ്മളെല്ലാവരും സംസാരിച്ചു വയ്ക്കും. ഒരാൾ മാത്രം സംസാരിക്കാൻ, ഒരാൾ നേരത്തെ ഒഴിഞ്ഞു മാറിയാണ്. ഞാൻ സംസാരിക്കുന്നൊന്നും ഇല്ലാട്ടോ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു.
എന്തായാലും ലത്തീഫ് ടോട്ടോ എന്ന് നമ്മൾ വിളിക്കുന്ന ലത്തീഫിലേക്ക് ഞാൻ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യാണ്. ഫോട്ടോ സെഷൻ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ലക്ഷ്മി ചേച്ചി നമുക്കൊക്കെ ഉറപ്പ് തന്നിട്ടുണ്ട് എല്ലാവരുടെയും കൂടെ ഫോട്ടോ എടുത്തിട്ടേ പോകുന്നു. ജോ, അതുകൊണ്ട് എല്ലാവരും ഒരു സ്പേസ് കൊടുക്കണം പ്ലീസ്. അവരൊന്ന് മോള് കണ്ടിട്ട് വരട്ടെ. നമ്മുടെ ഹൈപ്പർ മാർക്കറ്റ്, ടോട്ടോ ഹൈപ്പർ മാർക്കറ്റ് ഒന്ന് കണ്ടിട്ട് വരാനുള്ള ഒരു സമയം നിങ്ങളൊന്ന് തീർച്ചയായും കൊടുക്കണം എന്ന് കൂടി റിക്വസ്റ്റ് ചെയ്യാണ്. അതിനുശേഷം എല്ലാവരുടെയും കൂടെ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള 2 വ്യക്തിത്വങ്ങളും ഫോട്ടോ സെഷനൊക്കെ പോസ്റ്റ് ചെയ്യും എന്നത് ഉറപ്പ് തരാണ്. താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാവരും സഹകരിക്കും എന്ന് വിചാരിക്കുന്നു. അതിന് മുന്നേ ആയിട്ട് ഒരു ചെറിയൊരു ഗെയിം സെഷനിലോട്ട് പോയാലോ? ഓക്കെ, അപ്പൊ ജിഷൻ ചേട്ടാ, എന്തായാലും പൊതുവെ വില്ലൻ വേഷങ്ങളാണല്ലോ കൂടുതൽ കിട്ടിയത്. എന്തായാലും എൻ്റെ അമ്മമ്മ അടക്കം കുറച്ച് അമ്മമ്മമാരും അമ്മമാരും ഒക്കെ ഏറ്റവും വെറുക്കപ്പെടുന്ന ഒരാളും കൂടിയാണ്. അപ്പൊ വഴിയിലൂടെ ഇങ്ങനെ പോകുമ്പോഴൊക്കെ എപ്പോഴേലും അമ്മമാരെ ഏത് ചീത്ത ഇട്ടിട്ടുണ്ടോ? ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ഒരു പ്രാവശ്യം ഞാനിങ്ങനെ ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഡോറിന്റെ ഫ്രണ്ടിലെ ഡോറിന്റെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഒരു ചേച്ചി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഇറങ്ങാൻ നേരത്ത് അവരെ നിന്നെ കണ്ടു കഴിഞ്ഞാണല്ലോ ഒരറ്റ ഒന്ന് തരാൻ വേണ്ടി തോന്നാറുണ്ട് എനിക്ക് എപ്പോഴും എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോയി. പക്ഷെ അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു സന്തോഷമാണ് ഉണ്ടാവും. എന്ന് വെച്ചാൽ നമുക്ക് എന്തൊക്കെ അവാർഡ് കിട്ടിക്കഴിഞ്ഞാലും ഈ പറയുന്നത് നിന്നെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ വെറുപ്പാണ്, അല്ലെങ്കിൽ ദേഷ്യം, ആ ഒരു ക്യാരക്ടറിന്റെ പവറിൽ അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു അവാർഡിന് തുല്യമായിട്ടാണ് ഞാൻ എപ്പോഴും കാണാറ്. അപ്പോൾ അത് സന്തോഷമല്ലേ, നമ്മൾ ചെയ്ത് അത്രയും എഫക്റ്റ് ആകുന്നുണ്ടോ അവരങ്ങനെ പറയുന്നുണ്ട്. അതൊരു വലിയ സന്തോഷം തന്നെയാണ്. പിന്നെ എങ്ങനെയുണ്ട് നമ്മളെ ടോട്ടോ ഹൈപ്പർ മാർക്കറ്റ് ഒക്കെ കണ്ടപ്പോ എങ്ങനെ തോന്നി? ടോട്ടോ ഹൈപ്പർ മാർക്കറ്റ് ഇതിന്റെ പുറത്തുള്ള ഒരു വണ്ടിയൊക്കെ നിർത്തിക്കോ, മെല്ലെ കയറിക്കോളൂ, ഇതിന്റെ അകത്തോട്ട് കയറിക്കോളൂ. ഇഷ്ടം പോലെ ഓഫർ ഉണ്ട്. വീട്ടിൽ പോകുന്നവർ മുഴുവൻ ഇന്ന് കൈ നിറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് പോയിട്ട് ബസ്സൊക്കെ ഒന്ന് നിർത്തോ, ഒന്ന് നിർത്തിയിട്ട് കയറിക്കോളൂ. എല്ലാവരും കയറിയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോയാൽ മതി. ഇതിന്റെ എത്രയോ ഓഫർ ഉണ്ട്. എനിക്ക് 2 സാധനം വാങ്ങുന്നു വിചാരിച്ച ലക്ഷ്മി കോട്ടൺ കൊളാബറേഷൻ. അപ്പം 2 സാധനങ്ങൾ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ഓഫറിൽ കിടക്കുന്ന സാധനങ്ങളുണ്ട്. അപ്പൊ ഇന്ന് ഫുൾ ഓഫറാണ്. എനിക്കൊന്ന് ഈ ഓഫർ കുറെ ദിവസത്തേക്ക് ഉണ്ടാവും തോന്നുന്നു അല്ലേ? അപ്പം അത്രയും എന്ന് വെച്ചാൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു തരത്തിലുള്ള ഒരു ഹൈപ്പർ മാർക്കറ്റ് ആയിരുന്നു എനിക്ക് ഇനി ഇത് അകത്ത് കയറി എല്ലാം കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഇത് നിങ്ങൾക്ക് ചിരപരിചിതമായിട്ടുള്ള ഒരു സ്ഥലമായിട്ട് മാറാൻ വേണ്ടി പോവാണ് ഈ ടോട്ടോ ഹൈപ്പർ മാർക്കറ്റ്. ഒരു കാസർഗോഡിന്റെ മിക്കവാറും ഇനി മുതലേ ആൾക്കാരൊക്കെ പറയാൻ പോകുന്നത് എന്തായിരിക്കും അറിയോ? കാസർഗോഡില് എവിടെയാണ് നീ നിൽക്കുന്നത്? ടോട്ടോയുടെ മുമ്പിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാർക്ക് പോയിന്റ് ആയിട്ട് മാറും ഈ സ്ഥലം എന്നുള്ള കാര്യം ഉറപ്പാണ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഇനി ലക്ഷ്മി ചേച്ചി, നമ്മള് ഒരുപാട് പ്രാവശ്യം കാസർഗോഡ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ കാസർഗോഡില് ഏറ്റവും ഇഷ്ടപ്പെടാനുള്ള ഒരു വരുമ്പോഴൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതെനിക്ക് ഒന്നും മനസ്സിലാവില്ലായിരുന്നു. ഞാൻ പറഞ്ഞു പതുക്കെ പറയൂ, എനിക്ക് ഒന്നും തിരിയണില്ല എന്ന് പറയാറുണ്ട്. പക്ഷെ എനിക്കിപ്പോ നിങ്ങളിൽ ഒരാളെ പോലെ കാസർഗോഡ് ഭാഷ എനിക്ക് ഭയങ്കര ഇഷ്ടം കേൾക്കാനായിട്ട്. എന്തെല്ലാം അതൊക്കെ എത്ര രസമറിയോ, കേട്ടിരിക്കാനും ഭയങ്കര നിഷ്കളങ്കമായിട്ടുള്ള ആൾക്കാരാണ് കാസർഗോഡ് ഉള്ളത്. നോക്കും, ഞാൻ നോക്കാറുണ്ട് ടിവിയിൽ എന്നൊക്കെയാണ് കൂടുതൽ പറയാം. അപ്പൊ ഞാൻ 2 കണ്ണും വെച്ച് ഇനിയും നോക്കും. പിന്നെ കണ്ട് നീ ഇങ്ങനെയൊക്കെ പറയില്ലേ, ഭയങ്കര രസമാണ്. ഭയങ്കര ആത്മാർത്ഥമായിട്ടുള്ള ജനുവനായിട്ടുള്ള ആൾക്കാരാണ് കാസർഗോഡ് ഉള്ളത്. ഞാൻ വെറുതെ പറയല്ല. എന്താ പറയാ, അവര് സിൻസിയറായി നിൽക്കുമ്പോണ്ടല്ലോ എന്തും ചെയ്യും. അത്രയും നല്ല ആൾക്കാരാണ്. അറ്റ് ദ സെയിം ടൈം ഞാൻ യൂഷ്വലി ഇനോഗ്രേഷൻസിനൊന്നും വരുമ്പോൾ പൊതുവെ അങ്ങനെ രാത്രി പുറത്തു പോയി ഫുഡ് കഴിക്കാൻ എക്സ്പ്ലോർ ചെയ്യാറൊന്നുമില്ല. അങ്ങനെ ഞാൻ പോവാറുണ്ടെങ്കിൽ അത് കാസർഗോഡ് വരുമ്പോഴാണ്. അതായത് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഫുഡ് ഉണ്ട്. അതിനേക്കാൾ, അതായത് റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്നതിനേക്കാൾ അത് സ്നേഹത്തോടുകൂടി ചിരിച്ച് നമുക്ക് തരുമ്പോൾ ഒരു സുഖം അത് ഭയങ്കര വേറെയാണ്. വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു സ്വാദ്, ഒരു പെരുത്ത സ്വാദ് നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇന്നലെ അതെ എന്താ പറയാ, നല്ല ടേസ്റ്റുള്ള ഒരുപാട് ഫുഡ് കഴിച്ചു. ഇന്നും കുറെ പ്ലാൻസ് ഒക്കെ ഉണ്ട്. ശരിക്കും കാസർഗോഡ് ഒരു ഇനോഗ്രേഷന് വരിക എന്ന് പറഞ്ഞാൽ അതൊരു ആഘോഷ സത്യമായിട്ടും. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ടോട്ടോ ഹൈപ്പർ മാർക്കറ്റ് ഇന്ന് മുതൽ കാസർഗോഡ് ഹൈപ്പർ എന്ന് മാത്രമല്ല, കാസർഗോഡ് ഹൈപ്പിലെന്നും കൂടെ വേണം പറയാനായിട്ട്. ഹൈപ്പ് അറ്റ് ഇറ്റ്സ് പീക്ക് എന്ന് പറയുന്ന ഒരുപാട് വണ്ടികളിവിടെ നിർത്തിയിട്ടുണ്ട്. ഹലോ. അപ്പം ഇനി നോമ്പ് തുടങ്ങാനായിട്ട് വിരലുണ്ടാവുന്ന ദിവസം മാത്രമേ ഉള്ളൂ. നോമ്പിന്റെ തലേന്നൊക്കെ, അതായത് നിർബന്ധമുള്ളൊരു കാര്യമാണ് ഫാമിലി ആയിട്ട് നമ്മൾ ഹൈപ്പർ മാർക്കറ്റ്സ് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ്സിൽ പോയിട്ട് ഗ്രാൻഡ് ആയിട്ട് ഷോപ്പ് ചെയ്യാം. ഇനി
നമുക്ക് ഇവിടെ വന്നാൽ മതി. 16,000 സ്ക്വയർ ഫീറ്റിലാണ് ലൈക് ടോട്ടോ ഹൈപ്പർ മാർക്കറ്റ്. അതും സാധാരണ എല്ലാവരും പല സ്ഥലങ്ങളിലും പോവാതിരിക്കുക, അവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇല്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും. ഇവിടെ വിശാലമായിട്ടുള്ള കാർ പാർക്കിംഗ് ഉണ്ട്. പരസ്യമായിട്ട് പറയല്ല, ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തത്. സത്യം പറഞ്ഞാൽ നമ്മൾ പുറത്തൊക്കെ പോയില്ലേ, നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ പുറത്തൊക്കെ പോയി നമ്മൾ ഓരോ വലിയ മോളുകളിൽ പോവാറുണ്ട്. ശരിക്കും അങ്ങനത്തെ ഉള്ള ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ആണ്. എന്നാൽ ഭയങ്കര ഇന്റീരിയർ എന്നല്ല, വളരെ മിനിമൽ ആയിട്ടുള്ള ഇന്റീരിയറിൽ ബെസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്ട്സ് ഏറ്റവും ബെസ്റ്റ് ഓഫേഴ്സിലാണ് ടോട്ടോ നിങ്ങൾക്കായിട്ട് തരണം കേട്ടോ. ടോട്ടോ നിങ്ങൾക്കായിട്ട് തരണം കേട്ടോ. അപ്പൊ എന്തായാലും എന്റെ മറ്റൊരു വിളിപ്പേരുള്ള ടോട്ടോയില് എനിക്ക് ടോട്ടോ ഹൈപ്പർ മാർക്കറ്റിൽ ഇനോഗ്രേഷന് വരാൻ പറ്റിയില്ല. ഒരുപാട് സന്തോഷം. കുറെ ചിരിക്കുന്ന മുഖങ്ങളെ കാണുന്നുണ്ട്. അപ്പൊ അഡ്വാൻസ് ആയിട്ട് ഇനി അതിനു മുമ്പ് ഞാൻ കാസർഗോഡ് വന്ന് പോകുന്നുള്ളത് അറിയില്ല. അതുകൊണ്ട് തന്നെ ടോട്ടോനും അതുപോലെ തന്നെ കാസർഗോഡുള്ള എല്ലാവർക്കും അഡ്വാൻസ് ഈദ് മുബാറക്. താങ്ക് യു. അപ്പൊ ഞാന് നിങ്ങൾ ഇവിടുന്ന് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ തന്നെ ഒരു ഗെയിം ചെയ്തായിരുന്നു, ടോട്ടോ അങ്ങ് ഒറ്റ ശ്വാസത്തിൽ നീട്ടി വിളിക്കാൻ. അപ്പൊ അത് നമുക്ക് ചെയ്തു നോക്കിയാലോ? രണ്ടുപേരിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ബ്രെത്ത് കൺട്രോൾ ഉള്ളത്?